ഗുഡ് മോർണിംഗ്. നമുക്ക് പല്ലിന്റെയും മോണയുടെയും വലിയൊരു വില്ലനെ കുറിച്ച് സംസാരിക്കാം. ടൂത്ത് പിക്ക്. എല്ലാവർക്കും പരിചയം ഉണ്ടാവും. സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അതായത് ഓരോ തവണ ഭക്ഷണം കഴിച്ച ശേഷവും വായ കഴുകിയിട്ട് ഒരു ടൂത്ത് പിക്കോ അല്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഈർക്കിലിന്റെ കഷ്ണമോ എടുത്തോണ്ട് ഒരു 10-15 മിനിറ്റ് ഒരിടത്ത് ഇരുന്ന് പല്ലിന്റെ ഇടയൊക്കെ കൃത്യമായി ക്ലീൻ ചെയ്ത് പല്ലിന്റെ ഇടയിലുള്ള ഭക്ഷണമൊക്കെ എടുത്ത് കളയുന്ന ഒരുപാട് പേരുണ്ടാവാം. നമ്മുടെ അച്ഛനും നമ്മുടെ അപ്പൂപ്പനും അവരുടെയൊക്കെ ഒരു ഏജിലുള്ളവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോയാലും അവിടെ ചെന്ന് ബില്ലൊക്കെ കൊടുത്ത ശേഷം ടിഷ്യൂ പേപ്പർ എടുത്തില്ലെങ്കിലും കുറച്ച് ജീരകവും കുറച്ച് കൽക്കണ്ടവും ഇരിക്കുന്ന ഒരു ഇതുണ്ടാവും. അതിൽ നിന്ന് കുറച്ച് കയ്യിലെടുക്കും. അതിന്റെ കൂടെ തന്നെ ഒരു ടൂത്ത് പിക്ക് കൂടെ എടുക്കുന്നുണ്ടാവും. ഇതും ഒരു സംസ്കാരത്തിന്റെ ഭാഗമായേക്കുക. ടൂത്ത് പിക്ക് എന്ന പേരാണെങ്കിലും ഒരിക്കലും 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 നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു സാധനമാണ് ടൂത്ത് പിക്ക്. അതായത് നമ്മളുടെ ഇയർബഡ് ചെവിക്ക് ഉള്ളിലേക്ക് ഇടരുതെന്ന് പറയത്തില്ലേ, ഭയങ്കര ഒരു കോൺട്രവേഴ്സി അല്ലേ അത്. പേര് ഇയർബഡ് ആണ്, പക്ഷേ ഡോക്ടർമാർ പറയുന്നത് ചെവിക്ക് ഉള്ളിൽ ഇടരുത്. അതേപോലെ തന്നെ ഒരു ഡെന്റിസ്റ്റ് എന്നുള്ള നിലയിൽ ഞാൻ പറയാണ്, ടൂത്ത് പിക്ക് നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ കുത്താൻ ഉപയോഗിക്കരുത്. അതെന്താ, ഞാൻ കുറെ നാളായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. പല്ലിനിടയ്ക്ക് ഭക്ഷണം എഴുതാ പല്ല് കേടാവും, ഡെന്റിസ്റ്റുകൾ തന്നെയല്ലേ പറയണത്. പിന്നെ പല്ലിനിടയ്ക്ക് ഭക്ഷണം കയറി കഴിഞ്ഞാൽ ഇതിട്ട് കുത്തി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഇത് കുത്തി കളഞ്ഞാലല്ലേ ഭക്ഷണം പോകത്തുള്ളൂ. എങ്ങനെ ക്ലീൻ ചെയ്യണം എന്നുള്ള കാര്യം പിന്നെ പറയാം. എന്തുകൊണ്ട് ടൂത്ത് പിക്ക് ഉപയോഗിക്കരുതെന്ന് പറയാം. ടൂത്ത് പിക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് രണ്ട് കട്ടിയുള്ള നല്ല ഉറച്ച രണ്ട് പല്ലുകളുടെ ഇടയിൽ സോഫ്റ്റ് ആയിട്ടൊരു ഭാഗമുണ്ട്, മോണ. ഈ മോണയാണ് പല്ലിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് അടയ്ക്കുന്നത്. അപ്പൊ പല്ലിന്റെ ഇടയിലുള്ള വിടവ് കാരണോ അല്ലെങ്കിൽ പല്ലിന്റെ ഇടയിലുള്ള ചെറിയ കേട് കാരണോ ഒക്കെ ചിലപ്പോൾ പല്ലിന്റെ ഇടയ്ക്ക് നാരുകൾ അടങ്ങിയ ഭക്ഷണം, ചിക്കനോ അല്ലെന്നുണ്ടെങ്കിൽ മുരിങ്ങക്കേടയോ ഒക്കെ നാരുകൾ ഇതിന്റെ ഇടയിൽ കയറിയിരിക്കും. ഇത് കയറിയിരിക്കുന്ന സമയത്ത് നമുക്ക് വളരെ ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും ചെയ്യും. ഈ സമയത്ത് നമുക്ക് ആകെയുള്ളൊരു വഴി എന്താ? ടൂത്ത് പിക്ക് എടുത്ത് കുത്തി പുറത്തോട്ട് കളയാം. എല്ലാവരും ടൂത്ത് പിക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ആ ടൂത്ത് പിക്ക് എടുത്ത് പല്ലിന്റെയും മോണയുടെയും ഇടയിലേക്ക് മോണയോട് ചേർന്ന് ഇങ്ങനെ താഴെ നിന്നും കുത്തിയാണ് ഇതിനെ പുറത്തോട്ട് കളയാം. അപ്പൊ ചില സമയത്ത് ചെറിയൊരു വേദന ഉണ്ടാവും. അത് മിക്കവാറും പേർക്ക് ഒരു സുഖം തരുന്ന വേദനയായിരിക്കും. കാരണം എന്താ, അതിന്റെ ഇടയ്ക്ക് ഫുഡ് കയറിയിരിക്കുമ്പോൾ അമിത വേദന വെച്ച് നോക്കുമ്പോൾ ഈ കുത്തുമ്പോഴുള്ള വേദന നെഗ്ലിജിബിൾ ആണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യും? അതിട്ട് കുത്തും. അങ്ങനെ കുത്തുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ മോണയെ നമ്മൾ മുറിപ്പെടുത്തുക. അങ്ങനെ സ്ഥിരമായിട്ട് ടൂത്ത് പിക്കുകൾ ഉപയോഗിക്കുന്ന സമയത്ത് മോണമെല്ലാം താഴോട്ട് പോകുന്നതും അത് കാരണം കൂടുതൽ ഭക്ഷണം ഇതിന്റെ ഇടയ്ക്ക് കയറുന്നതിന് കാരണമാവും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? നമ്മൾ പോലും അറിയാതെ പല്ലിന്റെ കടിക്കുന്ന ഭാഗത്ത് ഒരു കേടും കാണത്തില്ല. നല്ല വൃത്തിയുള്ള നല്ല ഉറച്ച പല്ലുകളായിരിക്കും. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ചൂടും തണുപ്പൊക്കെ കഴിക്കുന്ന സമയത്തോ അല്ലെ ചൂടുവെള്ളം ചൂട് ചായ കുടിക്കുന്ന സമയത്ത് ഒരു പുളിപ്പ് പോലെ വേദന പോലെ വരും. അത് നമ്മൾ ചിലപ്പോൾ സെൻസറിനെ എങ്ങനെ ഉപയോഗിക്കുമ്പോൾ കുറയുന്നുണ്ടാവും. പിന്നെ നമ്മൾ ഈ ടൂത്ത് പിക്ക് ഉപയോഗിക്കുന്നുണ്ടാവും. പെട്ടെന്ന് ഒരു ദിവസം രാത്രിയാകുമ്പോൾ അമിതമായ പല്ലുവേദന. പല്ലിനകത്ത് കേടൊന്നും കാണാനില്ല, പക്ഷെ പല്ലിനകത്ത് അമിത വേദന. അങ്ങനെ നമ്മൾ ഡെന്റിസ്റ്റിന്റെ അടുത്ത് ചെന്ന് അവർ എക്സ്റേ എടുത്ത് നോക്കിയിട്ട് പറയും, അയ്യോ ഈ പല്ല് റൂട്ട് കനാൽ ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ഈ പല്ല് എടുത്ത് കളയണമല്ലോ. അപ്പം പറയും, എനിക്ക് ഇന്നലെ ഒരു കുഴപ്പമില്ലായിരുന്നു, ഇന്നലെ രാത്രിയിൽ ആദ്യമായിട്ട് വേദന വന്നേ, പിന്നെന്തിനാ റൂട്ട് കനാൽ ചെയ്യുന്ന, അടച്ചങ്ങ് വെച്ചാൽ പോരെയെന്ന്. അവിടുത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ പല്ലിന്റെ ഇടയില് ഇനാമൽ തീരുന്നൊരു ഭാഗമുണ്ട്. അതായത് മോണയുടെ അടിയിലായിട്ട് എല്ലിനോട് ചേർന്ന് വരുന്നൊരു ഭാഗത്ത് ഇനാമൽ ഇല്ല, പകരം അവിടെ സിമെന്റോ എന്ന് പറഞ്ഞൊരു ഭാഗമുള്ളത്. ഈ ടൂത്ത് പിക്ക് ഇട്ട് കുത്തുമ്പോൾ ഈ മോണയുടെ അടിയിൽ സുരക്ഷിതമായിട്ടിരിക്കേണ്ട ആ ഒരു ഭാഗം, ഇനാമൽ ഇല്ലാത്ത ഭാഗം മെല്ലെ തെളിഞ്ഞ് വരും. അവിടെ ഇനാമൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫുഡ് കയറിയിരിക്കുമ്പോൾ പെട്ടെന്ന് കേടാവും. ഈ കേടാവുന്നത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടായിരിക്കും കേടാവുന്നത്. അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം, പല്ലിന്റെ ഇടയിലുള്ള കേട് നമ്മൾ പോലും അറിയാതെ നാടി വരെ പെട്ടെന്ന് എത്തുകയും അത് റൂട്ട് കനാലിലോട്ടും പല്ലെടുത്ത് കളയുന്നതിലോട്ടൊക്കെ പോകും. അതുകൊണ്ട് ദയവായി നിങ്ങൾ പല്ലിന്റെ ഇടയിൽ ടൂത്ത് പിക്ക് ഇട്ട് കുത്താതിരിക്കുക. പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോട്ടലിലൊക്കെ ഇരിക്കുന്ന എന്താ പറയാ, ഈ ടൂത്ത് പിക്ക് ഇല്ലേ, അത് ബാൻ ചെയ്യാനുള്ള എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അത് ചെയ്യണം. പല്ല് ക്ലീൻ ചെയ്യാനുള്ള ഫ്ലോസിനെ കുറിച്ചും വാട്ടർ ഫ്ലോസിനെ കുറിച്ചും ഞാൻ പിന്നെ ഒരു ദിവസം പറയാം.